പഞ്ചായത്തുകളുടെ പദ്ധതി നിർവഹണത്തിൽ ഇലഞ്ഞി പഞ്ചായത്ത് 82ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് അപമാനകരമാണെന്ന് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോജിൻ ജോൺ. ടാറിംഗ് കഴിഞ്ഞ് ദിവസങ്ങൾക്കകം തകർന്ന വെട്ടയോടി മുദ്ദേവർ ക്ഷേത്രം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കേരള കോൺഗ്രസ് എം ഇലഞ്ഞി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. എറണാകുളം ജില്ലയിലെ പഞ്ചായത്തുകളുടെ പദ്ധതി നിർവഹണത്തിൽ ഇലഞ്ഞി പഞ്ചായത്ത് 82ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് അപമാനകരമെന്ന് കേരള കോൺഗ്രസ് എം ഇലഞ്ഞി മണ്ഡല കമ്മിറ്റി ആരോപിച്ചു. ടാറിംഗ് കഴിഞ്ഞ ദിവസത്തിനകം തകർന്ന വെട്ടയോടി മുതിർവ ക്ഷേത്ര റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പാർട്ടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നിരവധി വാഹനങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡ് സ്കൂളുകൾ, കോളേജുകൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള എളുപ്പവഴിയാണ്. റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും കേരള കോൺഗ്രസ് എം മുന്നറിയിപ്പ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോജിൻ ജോൺ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. 5 വർഷത്തെ ഭരണകാലത്ത് 4.5 വർഷവും ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. ഇവിടെ ടാർ ചെയ്തത് 1-2 ദിവസം പോലും ഇവിടെ ഇത് ഒരു ടാറിംഗ് ആയിട്ട് നിൽക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ റോഡിന് അത് തകരുകയാണ് ചെയ്തത്. എത്രമാത്രം വണ്ടികളാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നതെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം പ്രധാനപ്പെട്ട ഈ റോഡിന് ഈ മഴക്കാലത്ത് ടാർ ചെയ്യുന്നത് പോക്കറ്റ് ബിസിനസ് രാഷ്ട്രീയക്കാരായ ജനപ്രതിനിധികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എത്ര ലക്ഷം രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് പോലും സംശയമുള്ള ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം ഈ കാര്യത്തിൽ വൻ പ്രതിഷേധം ഇപ്പോൾ പറയുകയാണ്. മണ്ഡലം പ്രസിഡന്റ് ജോയ് കുളത്തുങ്കൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി കെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ജോയ് മാണി, സാജു ഉറുമ്പിപ്പാറ, അപ്പച്ചൻ ഇഞ്ചിപ്പറമ്പിൽ, ബെന്നി കാച്ചിറ, ഡൊമിനിക് കൂവപ്പാറ, EP പൗലോസ് എർണിയാകുളം, ജോബി കുളത്തുങ്കൽ, ടോമി കേളംകുഴ, ജിനു കുഴിക്കണ്ണം തടത്തിൽ, ജെയിംസ് മഞ്ഞക്കാല തുടങ്ങിയവർ സമരപരിപാടിക്ക് നേതൃത്വം നൽകി. ഒരു അഴിമതി എങ്ങനെ നടത്താമെന്നതിന്റെ പരീക്ഷണശാലയായി ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് അധംപതിച്ചു എന്നാണ് എന്റെ വിശ്വാസം. 82 പഞ്ചായത്തുള്ള എറണാകുളം ജില്ലയില് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥാനം 82ാമതാണ് എന്ന് പറയേണ്ട ഗതികേട് വന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്തായി അഴിമതി പഞ്ചായത്തായി മാറിയിരിക്കുന്നു. ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.